ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഇരിപ്പ, ഉങ്ങ്, ആറ്റുവന്നി, വേങ്ങ, പന, മയിലള്ള്, പൂത്ത നാഗവൃക്ഷം, പുപ്പാതിരി, പുഷ്പിച്ചു നിൽക്കുന്ന മലയകത്തി, ഇരുൾമുൾ, ഞമ, മരുത്, കുടകപ്പാല, മാവ്, ഇലവങ്കം, ചെങ്കുറിഞ്ഞി, തൊടുകാര, ഊന്ത്, കടമ്പ്, അരിനെല്ലി, നീലശോകം, പതിമുഖം, നീർമാതളം, അഴിഞ്ഞിൽ തുടങ്ങിയ സർവ വനവിഭവങ്ങളെയും ഹരിവരന്മാർ ഇമ്പത്തോടെ പിടിച്ചുലച്ചു. ആ ശൈലസാനുവിൽ ചക്രവാക പക്ഷികൾ ലാത്തിയും നീർക്കോഴികൾ നിറഞ്ഞും ക്രൗഞ്ചങ്ങൾ, നീർക്കാക്കകൾ എന്നിവ തിങ്ങിയുമുള്ള ശീതജലപൂർണങ്ങളായ കുളങ്ങളും സരസ്സുകളും, അതിനു ചുറ്റും കരടികൾ, വ്യാഘ്രങ്ങൾ, ചെറുപുലികൾ, ഭയങ്കരങ്ങളായ കേസരികൾ, അത്യധികം ഭീഷണങ്ങളായ വ്യാളങ്ങൾ എന്നിവയോട് കൂടിയ ഘോരാരണ്യങ്ങളും, വിരിഞ്ഞു നിൽക്കുന്ന കൽഹാരങ്ങൾ, താമരകൾ, ആമ്പലുകൾ, ഉൽപ്പലങ്ങൾ മുതലായവയോട് കൂടിയ രമ്യങ്ങളായ ജലാശയങ്ങളും കണ്ട വാനരന്മാർ മുങ്ങിക്കുളിച്ച് യഥേഷ്ടം വെള്ളം കുടിച്ചു. വിവിധ പക്ഷികൾ ചുറ്റുമിരുന്ന് കൂജനം ചെയ്യുന്നത് കേട്ടുകൊണ്ട് വെള്ളത്തിൽ കളിച്ചു. അന്യോന്യം പിടിച്ചുമുക്കി. മലയിൽ കയറി അമൃത് പോലെ സ്വാദിഷ്ടങ്ങളായ കായും കിഴങ്ങും പൂവും ഇഷ്ടം പോലെ ഭക്ഷിച്ച് മതോത്കടരായ വാനരന്മാർ മരത്തിൽ കയറി. പാറക്കണക്കിൽ തേൻ വഹിച്ച് തൂങ്ങി നിൽക്കുന്ന തേൻകൂട് എടുത്ത് തൃപ്തിയാകും വരെ കുടിച്ച തേൻ നിറമുള്ള കപികൾ യാത്ര തുടർന്നു. വൃക്ഷങ്ങളെ ഒടിച്ചിട്ടു, വള്ളികൾ കൊണ്ട് ചുറ്റി വലിച്ചു, മൊട്ടക്കുന്നുകളിലെ പുല്ലുകളിൽ തീവച്ചു. തേൻ കുടിച്ച മത്തുകൊണ്ട് ചിലർ മരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ആർപ്പ് വിളിച്ചു. ചിലർ മരത്തിലേക്ക് കുതിച്ചു കയറി. തേനിൻ്റെ നിറമുള്ള ആ വാനരത്തലവന്മാർ ഭൂതലം മുഴുവൻ വിളഞ്ഞു നിൽക്കുന്ന വയല് പോലെയായി. നാനാതരത്തിലുള്ള തരുവൃന്ദങ്ങളാൽ പച്ചപ്പുതപ്പിട്ട മഹേന്ദ്ര പർവ്വത ശിഖരത്തിൽ അംബുജലോചനായ ശ്രീരാമചന്ദ്രസ്വാമി എത്തിച്ചേർന്നു. മുടിമേൽ കയറി നിന്ന ദശരഥാത്മജൻ ആമയും മത്സ്യങ്ങളും ഉൾത്തിങ്ങുന്ന അലയാഴിയെ തൃക്കൺ പാർത്തു. സഹ്യം, മലയം തുടങ്ങിയ ഗിരിവരന്മാരെ കടന്ന വാനരന്മാരും സ്വാമിയും ക്രമത്തിൽ കൊടും തിരമാലകളാൽ ആർത്തിരമ്പുന്ന സാഗരതീരത്തിലെ മനോമോഹനമായ വനത്തിലെത്തി. ഹനുമാന്റെയും അങ്കദന്റെയും ചുമലുകളിൽ നിന്ന് ശ്രീരാമലക്ഷ്മണന്മാർ ഭൂതലത്തിലേക്ക് ഇറങ്ങി. അലകളടിച്ച് അഴുക്കെല്ലാം കഴുകിക്കളഞ്ഞ പാറക്കൂട്ടങ്ങളോട് കൂടിയ പാരാവാരത്തിൻ്റെ പരന്ന തീരത്തിലേക്ക് ശ്രീരാമസ്വാമി സുഗ്രീവനോടും അനുജനോടും കൂടി ചെന്നു. ഹേ സുഗ്രീവ, നാം കടലിനടുത്ത് എത്തിച്ചേർന്നു. കിഷ്കിന്ധയിൽ വെച്ച് ചിന്തിച്ച കാര്യം തന്നെയാണ് ഇനിയും ഗാഢമായി ആലോചിക്കാനുള്ളത്. മറുകര കാണാത്ത നദീശ്വരനെ നോക്കൂ. എന്ത് ഉപായമെടുത്തിട്ട് നമുക്ക് ഈ സമുദ്രം കടക്കാം? യുക്തിയില്ലാതെ ഈ അലയാഴി കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ആലോചിക്കുക എങ്ങനെ കപിസൈന്യത്തോടൊത്ത് അക്കരെ കടക്കുമെന്ന്. സീതാവിരഹ ദുഃഖത്താൽ അത്യധികം ചടച്ച മഹാബാഹു ശ്രീരാമദേവൻ സാഗരതീരത്തിലെത്തിയ പടകളെ കണ്ട് വീണ്ടും തുടർന്നു. വാനരശ്രേഷ്ഠ, ഈ കരയിൽ സൈന്യങ്ങൾ വിശ്രമിക്കട്ടെ. സമുദ്രതരണത്തിനുള്ള മാർഗത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അവരവരുടെ കീഴിലുള്ള ഭടന്മാരെ വിട്ട് ആരും ഒന്നിനും പോകരുത്. ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതിശൂരന്മാരെ പോകാവൂ. ആരും ഇല്ലാത്തിടത്ത് ഭയജനകമായ എന്തെങ്കിലും സംഭവിച്ചേക്കാം. ശ്രീരാമചന്ദ്ര വചനം കേട്ട സുഗ്രീവൻ ലക്ഷ്മണാനുജനായി മരത്തോപ്പുകളോട് കൂടിയ സമുദ്രതീരത്തിൽ സേനയെ നിർത്തി. തേനിൻ്റെ വർണ്ണമുള്ള കവികൾ നീലവർണ്ണ സാഗര സമീപത്തിൽ തേൻവർണ്ണ കടൽ പോലെ ശോഭിച്ചു. ആ കരയിലുള്ള മനോഹര കാനനത്തിലേക്ക് കവി പുങ്കവന്മാർ കയറി. അലയാഴി കടക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന വാനരപ്പടയുടെ ശബ്ദം സാഗര ശബ്ദത്തേക്കാൾ ഉയർന്നു. വാനര രാജാവായ സുഗ്രീവനാൽ പരിപാലിക്കപ്പെടുന്ന ആ മഹാസൈന്യം 3 ഭാഗമായി നിലകൊണ്ടു. ശ്രീരാമസ്വാമി കാര്യനിർവഹണത്തിൽ ജാഗരൂകരായ അവർ കാറ്റുതട്ടി ഉയരുന്ന അലച്ചാർത്തുകൊണ്ട് അലറുന്ന അമ്പുതീയുടെ അടുത്ത് ആനന്ദത്തോടെ നിന്നു. എല്ലാവിധത്തിലുമുള്ള സുഖവസ്തുക്കൾ നിറഞ്ഞതും വിശാലവുമായ അരക്കരുടെ വാസസ്ഥലം വരുണാലയ മധ്യത്തിലാണ്. അപാരമായ സാഗരം അത്യുഗ്രങ്ങളായ മുതലകൾ നിറഞ്ഞ് സൂര്യാസ്തമനത്തോടെ ഭീഷണമായി തീരുന്നു. നൃത്തം വയ്ക്കുന്ന തിരമാലകളെ കൊണ്ട് പൂപ്പുഞ്ചിരി പൊഴിക്കുന്നു. ചന്ദ്രോദയത്തിൽ മനോഹര ചന്ദ്രബിംബം 1000 പ്രതിഫലിക്കുന്നു.
കൊടുങ്കാറ്റ് പോലെ അതിവേഗം സഞ്ചരിക്കുന്ന ചീങ്കണ്ണികൾ, മുതലകൾ, അത്യുഗ്രങ്ങളായ വൻ മത്സ്യങ്ങൾ, ഭീമസ്വരൂപികളായ തിമിംഗലങ്ങൾ, മിന്നുന്ന പത്തികളോടുകൂടിയ ക്രൂര സർപ്പങ്ങൾ, ഇവയുടെ ആവാസസ്ഥാനമാണ് വരുണാലയം. പെരിയ പെരിയ ജന്തുക്കൾ, പല വിധത്തിലുള്ള പർവ്വതങ്ങൾ, ഇങ്ങനെ ഏറ്റവും ദുർഗവും കടക്കുവാൻ കഴിയാത്തത്ര അഗാധവുമാണ് അസുരാലയം. മഹോരകങ്ങളും മകരമത്സ്യങ്ങളുമുള്ള ആഴിയിൽ കാറ്റടിക്കുമ്പോൾ മാമല കൊടിമുടി പോലെയുള്ള അലകൾ വളർന്ന് ഉയർന്നിരുന്നു. തിരമാലകൾ അന്യോന്യം കൂട്ടിയിടിക്കുമ്പോൾ വെള്ളത്തുള്ളികൾ മിന്നുന്നു. ഉഗ്രസർപ്പങ്ങളാൽ ചുഴന്ന് പാതാളം പോലെ അഗാധമേറിയതാണ് എപ്പോഴും അസുരവാസസ്ഥാനം. അലയാഴി ആകാശത്തിന് തുല്യമാണ്. ആകാശമോ അലയാഴിക്കും അമ്പുരാശിയും അമ്പരവും യാതൊരു വ്യത്യാസവുമില്ലാതെ കാണാം. വാനിടം വെള്ളി നക്ഷത്രങ്ങളാവുന്ന രത്നങ്ങളാൽ സമാകീർണമായിക്കൊണ്ട് രണ്ടും ഒരുപോലെ ശോഭിച്ചു. ഒരിടത്ത് കാർക്കൊണ്ടൽ അടിക്കടി ഉയരുന്നു. വൻ തിരമാലകൾ മറ്റൊരിടത്ത് തിങ്ങി ഉയരുന്നു. സാഗരത്തിനും നഭസിനും ഒരു വ്യത്യാസവും തോന്നിയില്ല. അവ അന്യോന്യം കൂട്ടിമുട്ടി ഘോരഘോരം ഇരമ്പി. വാരുതിയുടെ തരംഗങ്ങൾ പോർക്കളത്തിലെ ഭേരീനാദം പോലെയാണ് വാനരപ്പെരുമ്പടയ്ക്ക് തോന്നിയത്. ദിവ്യരത്ന സമൂഹം ഉൾച്ചേരുന്നതും ക്രൂരജന്തുക്കൾ തിങ്ങി വസിക്കുന്നതുമായ ജലരാശി കാറ്റുലച്ചുണ്ടാക്കുന്ന ഉഗ്ര നിനാദത്താൽ കോപത്തോടെ എഴുന്നേൽക്കുന്നത് പോലെയും അത്യുത്സാഹത്തോടെ തീരത്തിൽ നിൽക്കുന്ന വാനരേന്ദ്രന്മാർക്ക് തോന്നി. സ്വച്ഛ നീലവർണ്ണമുള്ള വാരുതി കാറ്റിൽ ഉയരുന്ന തിരമാലകൾ കൊണ്ട് അമ്പരത്തിൽ കയറി നൃത്തം വയ്ക്കുന്നത് അത്ഭുതം കൊണ്ട് വികസിച്ച നേത്രങ്ങളോടെ അവർ കണ്ടു. ഭ്രാന്ത് പിടിച്ച പോലെ അലകൾ ചിന്നിച്ചിതറിയ ആഴി കവി സൈന്യത്തിൻ്റെ കണ്ണിന് ഉത്സവമേറ്റി. മഹാസാഗരത്തിൻ്റെ ഉത്തര തീരത്തിൽ സൈന്യാധിപൻ നീലൻ വാനര സൈന്യങ്ങളെ യഥാവിധി ഭംഗിയിൽ നിർത്തിക്കഴിഞ്ഞു. സേനാനായകന്മാരായ മൈന്ദനും ദ്വിവിധനും സൈന്യരക്ഷയ്ക്കും ഓരോരുത്തരുടെയും ആവശ്യ നിർവഹണത്തിനും വേണ്ടി ചുറ്റും നടന്നു. സമുചിതമായ നിലയിൽ പടകളെ പാർപ്പിച്ചതിനു ശേഷം ശ്രീരാമദേവൻ സമീപത്തിലുള്ള ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. കുമാര, കാലം മുന്നോട്ട് പോകുമ്പോൾ ദുഃഖത്തിന് അറുതി വരുമെന്ന് പറയാറുണ്ട്. കാന്തയെ കാണാതെ എനിക്ക് നാൾക്കുനാൾ അഴൽ അധികരിക്കുകയാണ്. എൻ്റെ പത്നി വിദൂരത്തിൽ ആണെന്നതിൽ ഞാൻ ദുഃഖിതനല്ല. അവൾ അപഹൃതയായി എന്നതിലും അടങ്ങാത്ത വ്യസനം തോന്നുന്നില്ല. എന്നാൽ ദിവസം നീങ്ങുന്തോറും ദേവിയുടെ പ്രായം അധികരിക്കുകയാണ്. ലൗകിക സുഖങ്ങൾ അനുഭവിക്കേണ്ട ഘട്ടം പാഴായി പോകുന്നുവല്ലോ. വെറും സാധാരണക്കാരനെ പോലെ ദേവൻ പറഞ്ഞു. ഹേ കാറ്റേ, നീ ലങ്കയിലേക്ക് ചെല്ലൂ. സീതയെ തലോടി ആശ്വസിപ്പിച്ച് ഇങ്ങോട്ട് വന്ന് എന്നെയും തടവൂ. ഞങ്ങളുടെ പരസ്പര സ്പർശം അങ്ങ് വഴിക്കാണ്. ദർശനം ചന്ദ്രനാലും സീതാവിയോഗ ദുഃഖം വിഷം പാനം ചെയ്തതുപോലെ എൻ്റെ ദേഹത്തിൽ കുടികൊണ്ടിരിക്കുന്നു. രാവണൻ അപഹരിക്കുമ്പോൾ ഹാ നാഥ എന്ന് ഓമലാളായ സീത കേഴുകയുണ്ടായല്ലോ. അവളുടെ വിരഹമാകുന്ന വിറകിൽ കാമമാകുന്ന അഗ്നിയെരിഞ്ഞ് ചിന്തയാകുന്ന ജ്വാലകൾ ഉയർന്ന് എൻ്റെ ദേഹം രാപ്പകൽ ചുട്ടെരിയുകയാണ്. എൻ്റെ അനുജ സൗമിത്രി, നിന്നെ വിട്ട് ഞാൻ കടലിൽ പോയി കിടന്നേക്കാം. എന്നാൽ കാമത്തീയെ എന്നെ ചാമ്പലാക്കാതെ കഴിയും. കാമുകനായൊരുവന് ഒരേ ഭൂമിയിലാണ് പ്രാണനാഥയും ഇരിക്കുന്നത് എന്നുള്ള ചിന്ത കൊണ്ട് ജീവിതം നിലനിർത്താൻ സാധിച്ചേക്കും. മുകൾ ഭാവം മുഴുവൻ നീരറ്റ് ഉണങ്ങിയതാണെങ്കിലും അടിയിൽ പൂവലുള്ള വയൽ പോലെ അവൾ ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് ഉയർപ്പോകാതിരിക്കുകയാണ് എനിക്ക്. താമരപ്പൂവിതൾ പോലെ മനോഹര നേത്രങ്ങളുള്ള സീതയെ അരികളെ മുഴുവൻ നശിപ്പിച്ച് പൂർണ്ണശ്രീയനെ എന്ന പോലെ എപ്പോഴാണ് കാണാൻ സാധിക്കുക? തൊണ്ടിപ്പഴത്തിനു തുല്യമായ വൈദേഹിയുടെ അധരങ്ങളെ അല്പമൊന്ന് ഉയർത്തി രോഗിയായൊരുവൻ രസായനത്തെ എന്ന പോലെ ആസ്വദിക്കുവാൻ എന്നാണ് സാധിക്കുക? തിങ്ങി വിങ്ങി പനങ്കായെ പോലെയുള്ള കൊങ്കകൾ എന്നിലേറ്റ് ഗാഢ ആലിംഗനം ചെയ്യുവാൻ എന്നാണ് കഴിയുക? രഘുവംശജാതനാണ് ഞാൻ. എൻ്റെ ധർമ്മപത്നി അരക്കന്മാരുടെ മധ്യത്തിൽ അനാഥയെപ്പോലെ രക്ഷയ്ക്ക് പഴുത് കാണാതെ വസിക്കുകയാകും. ജനക മഹാരാജ ഋഷിയുടെ ഓമന മകൾ ദശരഥ ചക്രവർത്തിയുടെ സ്നുഷ. കുമാര, നിന്റെ ജ്യേഷ്ഠൻ്റെ സഹധർമ്മിണി എങ്ങനെയാണ് രാക്ഷസന്മാരാൽ ആവൃതയായി വസിക്കുന്നത്? കരിങ്കാറുകൾ നീങ്ങി ശരൽക്കാല ചന്ദ്രബിംബം പോലെ അതിശക്തരായ അസുരന്മാരെ നിഗ്രഹിച്ച് എന്നാണവൾ പ്രശോഭിക്കുക? മൈഥിലി സ്വതവേ തന്നെ കൃശാംഗിയാണ്. ദുഃഖത്താലും പട്ടിണിയാലും ദേശകാലങ്ങളുടെ പകർച്ചയാലും
ഇപ്പോൾ എത്രമാത്രം മെലിഞ്ഞിട്ടുണ്ടാകും. രാക്ഷസ രാജാവായ രാവണൻ്റെ വക്ഷസിൽ കൂരമ്പുകൾ എഴുത് താഴ്ത്തി വൈദേഹിയെ വീണ്ടെടുത്ത് കൊണ്ടുവരുവാൻ എന്നാണ് എനിക്ക് സാധിക്കുക? ദേവാംഗനയെ പോലെയുള്ള ആ സതീരത്നത്തെ ഉത്കണ്ഠയോടെ ആലിംഗനം ചെയ്ത് ആനന്ദാശ്രു പൊഴിക്കുവാൻ എന്നാണ് സാധിക്കുക? സീതാവിയോഗ ദുഃഖമാകുന്ന ഈ അഴുക്ക് വസ്ത്രം എന്നാണ് ഞാൻ ഉപേക്ഷിക്കുക? അതിബുദ്ധിമാനായ ദേവൻ ഇത്തരത്തിൽ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തേജസ് മങ്ങിയ ഭാസ്കരൻ അസ്തമിച്ചു. കമലലോചനയായ സീതാദേവിയെ സ്മരിച്ച് ദുഃഖത്തിലാഴുന്ന ദേവനെ ലക്ഷ്മണകുമാരൻ ആശ്വസിപ്പിച്ചു. സന്ധ്യാവന്ദനം വിധി പോലെ ചെയ്തു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.